ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനും ചേച്ചിയും കൂടെ പോയത്. ചേച്ചിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ എന്തായാലും അവിടെ പോസ്റ്റ് ആവുമെന്ന് എനിക്കറിയാം, നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ചെറിയ ബേബിനെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ പോയത് എൻ്റെ ടൂ വീലറിലായിരുന്നു. ഏകദേശം നമുക്ക് ഇവിടുന്ന് ഒരു 30 മിനിറ്റ്സിന് ട്രാവലിംഗ് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്തായാലും വണ്ടി എടുത്ത് പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അത്ര ലോങ് ഒന്നും പോകാത്തത് കൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ നമുക്ക്. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിനു ശേഷം ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബേബി ആണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ആളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ചേച്ചി എക്സാമിന് പോയപ്പോൾ ഞാനും ബേബിയും കൂടെ കുറേ കളിച്ചു. അതിനുശേഷം ആൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കതൊക്കെ കൊടുത്തു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ കുറേ ഇങ്ങനെ, അതായത് യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. അപ്പം അവിടേക്ക് ഇങ്ങനെ നടന്നു. ആൾക്കാണെങ്കിൽ ഈ ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഓരോ ഫ്ലവേഴ്സും കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുതരായിരുന്നു. ആൾ ഓരോ ഫ്ലവർ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ആൾ ഒന്ന് ചെറുതായിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. പക്ഷേ ഉറങ്ങിയ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഉറങ്ങിയപ്പോൾ ആണെങ്കിലും ആൾ കുറച്ച് ടൈം എൻ്റെ കൈ തന്നെ ഇരുന്ന് ഉറങ്ങി. അതിനുശേഷം ആൾ പെട്ടെന്ന് എണീക്കുകയും ചെയ്തു. അപ്പം ആൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് ആൾക്കൊരു പഴമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സാം കഴിയുന്നവരെ ആൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ആളെ കൊണ്ട് ഒരു കരച്ചിലോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.